ഒരു കൊലപാതകവും തുടർന്നുണ്ടായ കൊള്ളയും കൊള്ളിവെപ്പും വീണ്ടും നാദാപുരത്തിൻ്റെ സ്വാസ്ഥ്യം കെടുത്തി. 2001 സംസ്ഥാനത്തെ നടുക്കിയ അക്രമ കൊല പരമ്പരകൾക്ക് ശേഷം ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴിച്ചാൽ സമാധാനവും സൗഹാർദ്ദവും കളിയാടിയിരുന്ന പ്രദേശം ഒരൊറ്റ രാത്രി കൊണ്ട് സംഘർഷഭരിതമായി. ആർക്കും ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതി വന്നു. നാദാപുരം മേഖലയിലെ തൂണേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിൻ ഭാസ്കറിൻ്റെ കൊലയെ തുടർന്ന് അരങ്ങേറിയ അക്രമ സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ പോലീസിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിനോ തക്ക സമയത്ത് ഇടപെട്ട് അക്രമം ഒതുക്കാൻ ക്രമസമാധാന ചുമതലയുള്ള വിഭാഗത്തിനോ കഴിഞ്ഞില്ല. ഒരു പ്രദേശത്തെ 60-ലേറെ വീടുകൾ തകർക്കുകയും കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ നശിപ്പിക്കുകയും പണവും സ്വർണവും കവർച്ച നടത്തുകയും ചെയ്തു. തൂണേരി വെള്ളൂർ ചടയങ്കണ്ടിത്താഴെ ഭാസ്കരൻ്റെ മകൻ ഷിബിൻ നിസ്സാരമായ വാക്കുതർക്കത്തിനൊടുവിലാണ് വെട്ടേറ്റ് മരിച്ചത്. ഇരിങ്ങണ്ണൂർ ഹൈസ്കൂളിൽ പഠിക്കുന്ന അനുജനെ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലിറക്കിയ ശേഷം സുഹൃത്തുക്കളോടൊപ്പം പുറത്തിറങ്ങിയപ്പോൾ ബൈക്ക് യാത്രക്കാരനുമായി ഉണ്ടായ കശപിശയാണ് ഷിബിൻ കൊല്ലപ്പെടാനും കൂടെയുള്ള 6 പേർക്ക് വെട്ടേൽക്കാനും ഇടയാക്കിയത്. കേസിലെ 1-ാം പ്രതി തൂണേരി കണ്ണങ്കൈ തെയ്യമ്പാടി ഇസ്മായിൽ, 2-ാം പ്രതി സഹോദരൻ മുനീർ എന്നിവർ ഒളിവിൽ പോയി. 2009 ഗുണ്ട ആക്ട് പ്രകാരം പോലീസ് ജയിലിലടച്ച ആളാണ് ഇസ്മായിൽ. ഷിബിന് വെട്ടേറ്റതിന് തൊട്ടു പിന്നാലെയാണ് അക്രമം പൊട്ടിപ്പുറപ്പെട്ടത്. ഇസ്മായിലിൻ്റെയും ബന്ധുക്കളുടെയും വീടുകൾക്കാണ് ആദ്യം തീയിട്ടത്. സംഭവവുമായി യാതൊരു ബന്ധമില്ലാത്ത കുറേ കുടുംബങ്ങൾ ശിക്ഷിക്കപ്പെട്ടു. വീടുകളിൽ കടന്നുകയറി വീട്ടുപകരണങ്ങൾ ചുട്ടിരിക്കുകയും കിണറ്റിലെറിയുകയും ചെയ്തു. ഉദ്യോഗസ്ഥർ നാദാപുരത്ത് ക്യാമ്പ് ചെയ്യുമ്പോഴാണ് ഉത്തരേന്ത്യൻ ശൈലിയിൽ കൊള്ളയും കൊള്ളിവെപ്പും നടന്നത്. പിറ്റേന്ന് നടക്കേണ്ട വിവാഹത്തിന് കെട്ടിയുണ്ടാക്കിയ പന്തൽ വരെ തകർത്തു. വധുവിന് അണിയാൻ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ആഭരണം കവർച്ച ചെയ്തു. വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടവർ അക്രമികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അത്രേ. ഗൾഫിൽ പണിയെടുത്ത് ചോര നീരാക്കി സമ്പാദിച്ചതത്രയും ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ചാമ്പലാവുകയോ തട്ടിയെടുക്കുകയോ ചെയ്തു. പോലീസിനെ വിളിച്ച സ്ത്രീകൾക്ക് കിട്ടിയ മറുപടി കയ്യിൽ കിട്ടാവുന്നതൊക്കെ എടുത്ത് തടി രക്ഷപ്പെടുത്തിക്കൊള്ളാനായിരുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസിൻ്റെ പ്രതികരണം ഇങ്ങനെയായതോടെ ജീവൻ കയ്യിലെടുത്ത് സ്ത്രീകളും കുട്ടികളും സ്ഥലം വിട്ടു. 150ഓളം കുടുംബങ്ങളാണ് പേടിച്ച് ഓടിപ്പോയത്. അവരിൽ പലരും തിരിച്ചു വന്നിട്ടില്ല. തിരിച്ചു വന്നവർക്ക് കാണാൻ കഴിഞ്ഞത് മതയാന കരിമ്പിൻ കാട്ടിൽ കയറിയ പോലെയുള്ള കാഴ്ചകളാണ്. ഈ ദൗർഭാഗ്യകരമായ കൊലപാതകത്തിന് ശേഷം ഇവിടെയുള്ള പാവപ്പെട്ട ഇതൊന്നും അറിയാത്ത, ഇതിൽ ഒരു പങ്കും വഹിക്കാത്ത നിരപരാധികളായ ആളുകൾ കടന്നാക്രമണം ചെയ്യപ്പെട്ടിട്ട് അത് വേണ്ടത്ര രീതിയിൽ ലോക്കൽ ലെവലിൽ പോലീസ് ശുഷ്കാന്തിയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയകരമാണ് എന്നുള്ളതാണ് ഇവിടെ വന്നപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ളത്. അത് തീർച്ചയായും ആഭ്യന്തര വകുപ്പ് മന്ത്രി പരമാവധി എന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ അതിനനുസരിച്ച് ഏറ്റവും താഴെത്തട്ടുള്ള പോലീസ് പ്രവർത്തിച്ചിട്ട് ഇല്ല എന്നുള്ളതാണ് നമുക്കിവിടെ വന്നപ്പോൾ ഇത്രയും വലിയ നാശനഷ്ടം കണ്ടപ്പോൾ ബോധ്യമായിട്ടുള്ളത്. തകർത്ത വീടുകൾ വീണ്ടും നിർമ്മിക്കാം, എന്നാൽ തനിക്ക് നഷ്ടപ്പെട്ട മകനെ തിരിച്ചു നൽകാനാവുമോ എന്നാണ് കൊല്ലപ്പെട്ട ഷിബിൻ്റെ പിതാവ് ഭാസ്കരൻ വിങ്ങിപ്പൊട്ടി ചോദിക്കുന്നത്. നാദാപുരത്ത് മുമ്പ് നടന്ന അക്രമങ്ങളിലെ പ്രതികളെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇതാണ് വീണ്ടും അക്രമങ്ങൾ ഉണ്ടാവാൻ കാരണമെന്നും ഈ പിതാവ് പറയുന്നു. നീതി ലഭിക്കണ്ടേ? 10 ദിവസമായി പോലീസ് ഇതുവരെയും പിടിച്ച പ്രധാന പ്രതികളെ ഇവരെ സംരക്ഷണത്തിലല്ലേ ഈ മേഖലയിലുണ്ടായ എല്ലാ കൊലപാതകത്തിലും ഏതെങ്കിലും പ്രതി ശിക്ഷിക്കപ്പെട്ട സാറൊന്ന് അന്വേഷിച്ചു. അത് തന്നെയാണ് വളം. ആരെ കൊന്നുകളിലും വിഷയമല്ല, നമ്മളെപ്പോലെ സാധാരണക്കാരനെ ഇതിനെ അറിയാവുന്നത്. എന്നാൽ കൊലപാതകവുമായി യാതൊരു ബന്ധമില്ലെന്നും കേസിൽപ്പെട്ടവർ കൊട്ടേഷൻ സംഘത്തിൽപ്പെട്ട സ്ഥിരം ക്രിമിനലുകളാണെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ വിശദീകരിച്ചു. CPM ഈ സംഭവത്തിൽ തീർത്തും പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. പാർട്ടിയുടെ ലേബലിൽ ക്രിമിനലുകൾ അഴിഞ്ഞാടിയെന്നാണ് CPM നേതാക്കളുടെ ഭാഷ്യം. സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ പാർട്ടി കമ്മീഷനെ വെക്കുന്നുണ്ട്. ഒരു ശാന്തമായ സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ വളരെ ബോധപൂർവം മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗം ആളുകൾ കലാപുണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ ഒരു നീക്കമാണ് ഇതിൻ്റെ പിന്നിലെന്ന് ഞങ്ങൾ ഗൗരവത്തോടുകൂടി കാണുന്നു. കൊലക്കേസിൽ മുസ്ലിം ലീഗും കൊള്ളയിലും കൊള്ളിവെപ്പിലും CPMഉം പ്രതിക്കൂട്ടിലാണ്. എന്തുതന്നെയായാലും ക്രിമിനലുകളെ സംരക്ഷിക്കുന്നതിൽ മുൻകാലങ്ങളിൽ CPMഉം ലീഗും സ്വീകരിച്ച സമീപനമാണ് നാദാപുരത്തിൻ്റെ ശാപം എന്ന് കരുതുന്നവർ ഏറെയാണ്. രാഷ്ട്രീയ കക്ഷികൾ ഒത്തുതീർപ്പിൻ്റെ ഭാഗമെന്ന രീതിയിൽ കേസുകൾ പിൻവലിക്കുന്നതും പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതും നാദാപുരത്തെ വീണ്ടും കലാപഭൂമിയാക്കുന്നു എന്നുള്ള അഭിപ്രായം ശക്തമാണ്.
2001 ആഗസ്റ്റ് 15 നാദാപുരത്ത് സാഹോദര്യത്തിൻ്റെ പുതുയുഗം പിറന്നെന്ന് ഇനി സമൂഹദ്രോഹികളെ ഒറ്റപ്പെടുത്തുമെന്നും ഒരുമിച്ച് പ്രതിജ്ഞ ചൊല്ലിയവരാണ് ഇരു പാർട്ടിക്കാരും. സമൂഹ ഓണസദ്യയും സമൂഹ നോമ്പുതുറയും നടത്തി സൗഹൃദം പങ്കിട്ടവരും നാദാപുരം മോഡൽ എന്ന് അഭിമാനം കൊണ്ടവരുമൊക്കെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അന്യോന്യം തിരിച്ചറിയാത്തവരായിപ്പോയി.